ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഹാക്കിംഗ് സാധ്യതയുണ്ടെന്ന് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കിന്റെ പരാമർശത്തിന് ഇന്ത്യൻ ഉദാഹരണം ചൂണ്ടിക്കാട്ടി രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. വോട്ടിംഗ് മെഷീൻ വിഷയം ഏറ്റുപിടിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്ത്. 2024 US തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയായ റോബർട്ട് കെന്നഡി ജൂനിയർ പ്യൂട്ടോറിക്കോയിലെ തിരഞ്ഞെടുപ്പിൽ ആശങ്കയറിയിച്ചതാണ് പുതിയ വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പ്യൂട്ടോറിക്കോയിൽ നടന്ന പ്രാഥമിക തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ നടന്നുവെന്നും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്നും കെന്നഡി ജൂനിയർ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇലോൺ മസ്ക് പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണമെന്നും മനുഷ്യർക്കോ നിർമ്മിത ബുദ്ധിക്കോ ഇത് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും മസ്ക് പ്രതികരിച്ചു. മസ്കിന്റെ പരാമർശത്തിന് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളെ ഉദാഹരണമാക്കാനാണ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ നിർമ്മിക്കാനാകില്ലെന്ന് ഇലോൺ മസ്ക് പറഞ്ഞ പ്രസ്താവന സാമാന്യവൽക്കരണമാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന. കണക്ടിവിറ്റി, ബ്ലൂടൂത്ത്, വൈഫൈ, ഇന്റർനെറ്റ് ഇങ്ങനെ ഒരു മാർഗത്തിലൂടെയും ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലോൺ മസ്കിനായി ഒരു ട്യൂഷൻ സംഘടിപ്പിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. അതേസമയം രാഹുൽ ഗാന്ധി മസ്കിന്റെ പ്രസ്താവന ആയുധമാക്കി. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ആർക്കും തുറക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സ് ആണെന്നും ആർക്കും ഇതിൽ പരിശോധന നടത്താനാകില്ലെന്നുമായിരുന്നു രാഹുലിന്റെ പരിഹാസം. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രക്രിയയിൽ സുതാര്യത നഷ്ടമായെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഗുരുതര ആശങ്കയുണ്ടെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.